റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. നവൽനിയുടെ മരണം സഡൻ ഡെത്ത് സിൻഡ്രോം ബാധിച്ചാണെന്നാണ് ജയിൽ അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മൃതദേഹം കുടുംബത്തിന് കൈമാറില്ലെന്നും ജയിൽ അധികൃതർ നവൽനിയുടെ അമ്മയോട് പറഞ്ഞു. റഷ്യയിലെ അതിശൈത്യ മേഖലയായ യമോല നെനെറ്റ്സ് പ്രവിശ്യയിലെ ജയിലിലായിരുന്നു നവൽനി. പ്രഭാത നടത്തത്തിനു ശേഷം നവൽനി കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. -30 ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. ജയിലിൽ നവൽനിയുടെ അമ്മ ല്യൂഡ്മില എത്തിയതായി നവൽനിയുടെ ഓഫീസ് അറിയിച്ചു. നവൽനിയുടെ മൃതദേഹം എവിടെയാണെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞു. ജയിൽ സമുച്ചയത്തിന് സമീപമുള്ള നഗരമായ സലേഖർഡിലേക്ക് മൃതദേഹം കൊണ്ടുപോയതായാണ് അമ്മയോട് പറഞ്ഞത്. എന്നാൽ മോർച്ചറിയിൽ എത്തിയപ്പോൾ അത് അടച്ചിരിക്കുകയായിരുന്നുവെന്നും നവൽനിയുടെ ഓഫീസ് അറിയിച്ചു. ലോക നേതാക്കൾ നവൽനിയുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ മരണത്തിന് ഉത്തരവാദി പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണെന്ന് പരോക്ഷമായി ആരോപിക്കുകയും ചെയ്തു. നവൽനിയുടെ മരണത്തിൽ റഷ്യക്ക് കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നും ബ്രിട്ടൻ പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രസ്താവനകളോട് രൂക്ഷമായ ഭാഷയിലാണ് റഷ്യ പ്രതികരിച്ചത്. പ്രതികരണങ്ങൾ സ്വീകരിക്കാനാവാത്തതും വെറുപ്പുളവാക്കുന്നതുമാണെന്നാണ് റഷ്യ പറഞ്ഞത്. എന്നാൽ നവൽനിയുടെ മരണത്തെക്കുറിച്ച് പുടിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ നിരന്തര വിമർശകനായിരുന്നു നവൽനി. പലതവണ അദ്ദേഹം മരണത്തെ അതിജീവിച്ചിട്ടുണ്ട്. മരണത്തിന് പിന്നിൽ പുടിൻ ആണെന്നാണ് ആരോപണം. നവൽനിയുടെ മരണത്തിൽ റഷ്യൻ തെരുവുകളിൽ പ്രതിഷേധ ജ്വാല ഉയരുകയാണ്. ജയിലിൽ കടുത്ത രോഗങ്ങളായി വലഞ്ഞ നവൽനിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് മുമ്പ് ആരോപണമുയർന്നിരുന്നു. ഭരണകൂടം ചുമത്തിയ ഭീകരവാദം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ 2021 നവൽനിയെ 19 വർഷത്തെ ഏകാന്ത തടവിന് ശിക്ഷിച്ചത്. എന്നാൽ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നവൽനിയും അദ്ദേഹത്തിന്റെ അനുയായികളും അവകാശപ്പെട്ടത്. അഭിഭാഷകനായിരുന്ന നവൽനി 2008 മുതലാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ നിരന്തരം റഷ്യൻ ഭരണകൂടത്തിനെതിരെ പോരാടിയ നേതാവായിരുന്നു അദ്ദേഹം. അതിലൂടെ റഷ്യൻ സർക്കാരിന്റെ നിരവധി അഴിമതികളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരുന്നു. നവൽനിക്ക് അനുയായികളുടെ പിന്തുണ വർദ്ധിച്ചതും പുടിനെതിരായ പോരാട്ടങ്ങളിലൂടെയാണ്. ബ്ലോഗുകളിലൂടെയാണ് നവൽനി സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ആദ്യം ആഞ്ഞടിച്ചത്. പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെ പുടിന്റെ ഏറ്റവും വലിയ വിമർശകനായി നവൽനി മാറി.